കള്ളപ്പണ ഇടപാട് കേസുകളിൽ ഇഡി അന്വേഷണവുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്ന പരാമർശമുണ്ടായ കേസിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട തമിഴ്നാട് സർക്കാരിനെതിരായ ഇഡി അപ്പീൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. അനധികൃത ഖനന കേസിൽ ജില്ലാ കളക്ടർമാർക്ക് ഇഡി നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് തമിഴ്നാട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കള്ളപ്പണ ഇടപാട് കേസുകളുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണവുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്ന പരാമർശമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഈ ഒരു വിഷയത്തിലാണ് ഇന്നും വാദം തുടരുക. അത് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും എത്രത്തോളം നിർണായകവുമാണ്? തീർച്ചയായും സുരേഷ്, നവംബർ 17-നാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഇഡി ജില്ലാ കളക്ടർമാർക്ക് നൽകിയത്. മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ചില കള്ളപ്പണ ഇടപാടുകൾ നടന്ന സംഭവത്തിലായിരുന്നു നോട്ടീസ്. ഈ നോട്ടീസ് നൽകിയതിനെതിരെ റിട്ട് ഹർജി സമർപ്പിക്കുകയായിരുന്നു തമിഴ്നാട് സർക്കാരും ജില്ലാ കളക്ടർമാരും ചേർന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ. തുടർന്ന് മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഇന്ന് വീണ്ടും വാദം കേൾക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റേ ചെയ്ത സംഭവം സുപ്രീം കോടതിയിൽ അപ്പീലിലൂടെ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം വാദം കേൾക്കുമ്പോൾ ഉണ്ടായത്. ഇഡി അന്വേഷണവുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്ന നിലപാട് വളരെ കൃത്യമായി സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇത് സ്വാഭാവികമായും നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ നീക്കങ്ങൾക്കെതിരായ ഒരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇഡി അന്വേഷണത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത്? കള്ളപ്പണ ഇടപാട് കേസുകൾ കണ്ടെത്തുന്നതിനും അത് കൃത്യമായി കള്ളപ്പണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പിടിച്ചെടുക്കൽ ഉൾപ്പെടെ രേഖകൾ പിടിച്ചെടുക്കുന്നതിനുൾപ്പെടെ അധികാരമുള്ള നിയമ സംവിധാനമാണ് ഇഡി. ഇഡിയുടെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യം എന്ത് എന്ന ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിൽ ഇഡി അന്വേഷണം നടക്കുമ്പോൾ മറ്റ് സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണവും അതുപോലെ തന്നെ മറ്റ് കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ വെളിവാകാനും അത് കൃത്യമായി ബോധ്യപ്പെടാനും നടപടികൾ സ്വീകരിക്കാനും ഇഡിക്ക് സാധിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ സാക്ഷികളായി വിളിക്കുകയാണ് ജില്ലാ കളക്ടർമാരെ ചെയ്തത് എന്ന് ഇഡി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു വിഷയത്തിൽ സാക്ഷികളായി ഇഡിക്ക് മുന്നിൽ എത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് വളരെ കൃത്യമായി ജില്ലാ കളക്ടർമാരുടെ ഹർജിയിൽ ഉണ്ടായ അപ്പീലിലാണ് കൃത്യമായി സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇഡിയെ തടയുന്നതിനുള്ള ഒരു നീക്കം ഹൈക്കോടതിയിലും അതുപോലെ തന്നെ മറ്റു കോടതികളിലുമെല്ലാം ചെന്ന് സാങ്കേതികമായ കോടതി നടപടികളുടെ സാങ്കേതികത്വത്തിൽ പിടികൂടി ഇഡി അന്വേഷണത്തെ നീട്ടിവെപ്പിക്കുന്ന ഒരു നീക്കം സംസ്ഥാനത്തെ കേരളത്തിലും അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേട് നടക്കുന്നു, വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു. പക്ഷേ അത്തരത്തിൽ ഇഡിയുടെ അന്വേഷണം ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതരിലേക്ക്, CPM-ൻ്റെ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു അന്വേഷണമാണ്. തീർത്തും രാഷ്ട്രീയമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഇടതുപക്ഷം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നിലപാട് കൃത്യമായി കോടതി തന്നെ, പരമോന്നത നീതിപീഠം തന്നെ വ്യക്തമാക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ അഴിമതിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിങ്ങലിലാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇഡിക്ക് കൃത്യമായ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ആർജവത്തോടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താനുള്ള ഒരു പിന്തുണ കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുകയാണല്ലേ? തീർച്ചയായും ഇഡിയുടെ അന്വേഷണം അതുപോലെ ഈ കോടതിയുടെ സാങ്കേതികത്വത്തിൽ തൂങ്ങി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രതികൂലമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇഡി അന്വേഷണം സംബന്ധിച്ച കൃത്യമായ നീക്കങ്ങൾ, അതായത് ഇഡിക്ക് സമയബന്ധിതമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണത്തിന്റെ രേഖകളെല്ലാം മറയ്ക്കുന്നതിന് സാധ്യമായ രീതിയിലുള്ള ചില നീക്കങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കോടതിയെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഇവിടെ വിഷയമായി ഉയർന്നു വന്നത്. അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കോടതിയുടെ ഈ വിധിയിൽ അല്ലെങ്കിൽ ഈ പരാമർശത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് വാദം ഇന്നും തുടരും. തമിഴ്നാട് സർക്കാരിന്റെ വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. അത് ആ വാദത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ വിധി ഉണ്ടാവുക എന്നതെല്ലാം തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി കോടതിയുടെ ഒരു പരാമർശത്തിൽ നിന്നും ഇഡി അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനെ എന്ന സുപ്രധാനമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ചോദ്യം തന്നെയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിലും ഏറെ ഗൗരവം അർഹിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കരുവന്നൂർ സഹകരണ ബാങ്കിലെല്ലാം തന്നെ നടന്ന കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ നിക്ഷേപ തുക തട്ടിയെടുത്ത് ലോണുകളാക്കി തട്ടിയെടുത്ത്
കള്ളപ്പണ വിനിമയം നടത്തിയത് സംബന്ധിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലതവണ കോടതിയെ സമീപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ഒരു ശക്തി ഇഡിക്ക് നൽകുന്നത് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പരാമർശം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇത് സംബന്ധിച്ച വിധി എന്ന് വരുമെന്ന് സംബന്ധിച്ചോ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യതയോ ഇപ്പോൾ ഇല്ല എങ്കിൽ കൂടി ഇന്ന് വാദം കേൾക്കും, അടിയന്തരമായി വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ദിവസം മുമ്പ് പരാമർശിക്കപ്പെട്ട ഈ കേസിൽ ഇന്ന് തിങ്കളാഴ്ച അടിയന്തരമായ ഒരു വാദം കേൾക്കാനുള്ള ഒരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇഡിക്ക് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തു തന്നെയായാലും ഇഡി പോലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ സംവിധാനങ്ങളെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് തടയുന്നത് ഈ കള്ളപ്പണ വിനിമയം പോലുള്ള സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ രേഖകളും അതുപോലെ തന്നെ വ്യക്തമായ തെളിവുകളും നശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ടാകുമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അത് കൃത്യമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല അന്വേഷണ ഏജൻസികളും സുപ്രീം കോടതിയിലും മറ്റു കോടതികളിലും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം കൂടിയാണ്. അത്തരം വിഷയങ്ങൾക്കുള്ള ഒരു വാലിഡേഷൻ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിധി എന്ന കാര്യത്തിലും തർക്കമില്ല, അല്ലെങ്കിൽ പരാമർശം എന്ന കാര്യത്തിൽ തർക്കമില്ല. വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ കൂടി കോടതിയുടെ ഒരു നിലപാട് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്നാൽ തമിഴ്നാട് സർക്കാരിന്റെ വാദം കൂടി കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ നിലപാട് കൂടി കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അന്തിമമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നതും നിസ്തർക്കമാണ്. എന്തുതന്നെയായാലും ഇഡിക്ക് ശക്തി നൽകുന്ന ഒരു നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. സുരേഷ്, കള്ളപ്പണ ഇടപാട് കേസുകളിൽ ഇഡി അന്വേഷണവുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്ന പരാമർശമുണ്ടായ കേസിലാണ് സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരുക. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സുപ്രീം കോടതിയുടെ നിലപാട് അത്രത്തോളം നിർണായകവുമാണ്. ഐസൻ ജൂസാണ് വിശദാംശങ്ങൾ നൽകിയത്.